മഴയുടെ മുഴക്കമില്ലെങ്കിലും എനിക്കൊന്ന് കേൾക്കാം, ഒരു മുഴക്കം, ഒരു മുഴക്കം, ഒരു മുഴക്കം, ഒരു മഴയുടെ മുഴക്കം എനിക്ക് കേൾക്കാം. What does rain mean, pastor? What does rain mean, pastor? എന്താ പാസ്റ്ററെ മഴയെന്ന് പറഞ്ഞാൽ? Rain means life. മഴയെന്ന് പറഞ്ഞാൽ ജീവൻ. Wherever the rain falls, life comes. എവിടെ മഴ പെയ്തിട്ടുണ്ടോ അവിടെ ഉണങ്ങിയത് പലതും കിളിർത്തിട്ടുണ്ട്. Tonight, when the rain touches you, മഴ നിന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. everything in your body is coming back to life. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചത്ത അവയവങ്ങൾ യേശുവിൻ നാമത്തിൽ അത് ജീവൻ പ്രാപിക്കും. Because rain means life. കാരണം മഴ എന്ന് പറഞ്ഞാൽ അത് ജീവനാണ്. Number 2, rain means recovery. 2, മഴ എന്ന് പറഞ്ഞാൽ മടക്കി ലഭിക്കുകയാണ്. Recovery. മടക്കി ലഭിക്കുക. That means everything you lost, you're going to recover it. അതിന്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടത് ചിലതിനെ ദൈവം മടക്കി തരാൻ ആഗ്രഹിക്കുന്നു. Whatever escaped you will be recovered. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരാൻ ആഗ്രഹിക്കുന്നു. Whatever the devil stole from you, it will be recovered. പിശാച് കവർന്നുകൊണ്ട് പോയതിനെ ദൈവം ഇന്ന് രാത്രി മഴയിൽ കൂടെ തിരിച്ചു തരികയാണ്. Come on, tell your neighbor it's my recovery night. ഇന്ന് രാത്രി എന്റെ മടങ്ങി ലഭിക്കുന്ന രാത്രിയാണെന്ന് പറഞ്ഞാട്ടെ. It's my recovery night. ഇത് എന്റെ രാത്രിയാണ്. ഈ രാത്രി എനിക്ക് മടക്കി ലഭിക്കുന്ന രാത്രിയാണ്. Come on, somebody lift your voice and say it's my recovery night. ഈ രാത്രി എനിക്ക് മടക്കി ലഭിക്കുന്ന രാത്രിയാണെന്ന് പറഞ്ഞാട്ടെ. I don't care what you lost in life, it's your recovery night. നിങ്ങൾക്ക് എന്ത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും അത് തിരികെ ലഭിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. I hear the sound of abundance of rain, abundance of recovery. ഇന്ന് രാത്രി ഞാൻ മഴയുടെ മുഴക്കം കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം മടക്കി ലഭിക്കുന്ന മുഴക്കമാണ് ആ മുഴക്കം. Number 3, മൂന്നാമത്തെ കാര്യം, rain means restoration. Rain എന്ന് പറഞ്ഞാൽ അത് restoration ആണ്. Restoration means being brought back to your position. Restoration എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കുന്ന പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചുവരവലാണ്. Everything Adam lost in the Garden of Eden has been regained by Pentecost. ആദാമിന് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട സകലതും പെന്തക്കോസ്ത് നാളിൽ അവർക്ക് മടക്കി ലഭിച്ചു. You have been restored as kings. പഴയ സ്ഥാനത്തേക്ക് അവർ മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടു. അവര് രാജകീയ പുരോഹിത വർഗമാക്കപ്പെട്ടു. God has restored you as kings. ദൈവം നിങ്ങളെ രാജാവാക്കി ഇന്ന് രാത്രി മടക്കി കൊണ്ടുവരികയാണ്. You have been brought back to your place of rulership, to your place of dominion. ഇന്ന് രാത്രി കഴിഞ്ഞ നാളുകളിൽ നടക്കാത്തത് ഈ രാത്രി ദൈവം ചെയ്യുകയാണ്. നിന്നെ ദൈവം അധികാരമേൽപ്പിക്കുകയാണ്. God is bringing you back. ദൈവം നിന്നെ മടക്കി ചിലത് ഏൽപ്പിക്കുകയാണ്. Touch your neighbor and say, I'm coming back. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞേ, I'm coming back. Everything is being restored. എല്ലാം മടക്കി ലഭിക്കുകയാണ്. Tonight is a restoration night. ഈ രാത്രി റെസ്റ്റോറേഷന്റെ രാത്രിയാണ്. I don't care what the devil told you. നിങ്ങളോട് പിശാച് എന്ന് പറഞ്ഞു എന്നെനിക്ക് വിഷയമല്ല. But I hear the sound of restoration. പക്ഷേ ഇന്ന് രാത്രി മടങ്ങി വരവ് ഞാൻ കേൾക്കുന്നുണ്ട്. Rain means the rivers will run again. Rain means the rivers will run again. മഴയെന്ന് പറഞ്ഞാൽ നദികൾ വീണ്ടും ഒഴുകുമെന്നാണ് അർത്ഥം. The rivers that had gotten dry will run again. ഈ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത നദികൾ ശബ്ദത്തോടെ വീണ്ടും ഒഴുകാൻ തുടങ്ങുകയാണ്. Areas in your life that has become dry will run again. ജീവിതത്തിൽ എന്തൊക്കെയോ വരൾച്ച അനുഭവിക്കുന്നില്ലേ, അത് വീണ്ടും ഒഴുകാൻ പോകുകയാണ്. അത് ഒഴുകാൻ പോകുകയാണ്. Businesses that have run dry, waters will run again. Business ഉണങ്ങിയത് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ അതിനകത്തേക്ക് ദൈവത്തിന്റെ ജീവന്റെ ജലം ഒഴുകാൻ പോകുകയാണ്. Hallelujah. Hallelujah. If the rivers will run again, fish will be caught again. ആ നദി ഒഴുകാൻ തുടങ്ങിയാൽ മീൻപിടുത്തം പിന്നെയും തുടങ്ങും. Fish will come. Fish means there will be a harvest, there will be a catch. If fishes are caught, blessings are coming. നദിയിൽ വെള്ളമുണ്ടെങ്കിൽ മത്സ്യങ്ങൾ ഉണ്ടാകും. മത്സ്യം എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ ആത്മാക്കളുടെ പെരുപ്പമാണ്. If the rivers will run again, crops will grow again. നദി ഒഴുകാൻ തുടങ്ങിയാൽ ഇതുവരെ കിളിർക്കാത്ത മണ്ഡലങ്ങളിൽ പുതിയ ജീവന്റെ തളിർപ്പുകൾ തളിരിടാൻ ആരംഭിച്ചു. For 3.5 years, 3.5 വർഷമായി no harvest. ഒരു കൊയ്ത്തുമില്ല. Every ground had a drought. എല്ലാ ഭൂമിയിലും ഉണക്കൽ. Seed could not be sown.
ഒരു വിത്ത് പോലും ഇല്ല, വിതയ്ക്കാൻ കഴിയുന്നില്ല. But when the river came, പക്ഷേ ഇവിടെ വെള്ളം ഒഴുകാൻ when the തുടങ്ങി, rain came, വെള്ളം വരാൻ തുടങ്ങിയപ്പോൾ I tell you, crops started growing again. അത് വീണ്ടും ആരംഭിച്ചു, കൃഷികൾ ആരംഭിച്ചു. When the rivers come, നദി വന്നു when കഴിഞ്ഞാൽ, the rain comes, മഴ വന്നു കഴിഞ്ഞാൽ there will be joy in the place of sorrow. അവിടെ ദുഃഖത്തിന് പകരം സന്തോഷമുണ്ടാകും. There will be laughter where there was weeping. കരഞ്ഞുകൊണ്ടിരുന്ന അനുഭവം മാറി ചിരിയുടെ അനുഭവം ഉണ്ടാകും. God said to prophesy and tell you it's getting ready to rain in your life. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറയാൻ ഒരു പ്രവചന ദൂതനിക്ക് തരുന്നു. നഷ്ടപ്പെട്ടതിനെ വാഴാൻ ഈ രാത്രി ദൈവം തന്റെ ജനത്തിന് അധികാരം മടക്കി കൊടുക്കുന്ന രാത്രിയാണ്. I prophesy to you tonight, the rain is on its way. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആ മഴ നിങ്ങൾക്ക് വേണ്ടി പെയ്ത് തുടങ്ങി കഴിഞ്ഞു. അത് അതിന്റെ വഴിക്ക് വരുന്നുണ്ട്. The rain is on its way, my brothers and sisters. അത് അതിന്റെ വഴിയിൽ വരാൻ ആരംഭിച്ചിട്ടുണ്ട്. Amen. Hallelujah. Touch two people and say it's on the way. It's on the way. രണ്ടുപേരെ It's on the way. It's on the way. അത് അതിന്റെ വഴിയിൽ Help വരുന്നുണ്ട്. is on the way. Help is on the way. ആരോഗ്യം വരുന്നുണ്ട്. Healing is on the way. സൗഖ്യം വരുന്നുണ്ട്. Blessing is on the way. അനുഗ്രഹം വരുന്നുണ്ട്. Redemption is on the way. വിടുതൽ വരുന്നുണ്ട്. Salvation is on the way. രക്ഷ വരുന്നുണ്ട്. Baptism in the Holy Ghost is on the way. പരിശുദ്ധാത്മാവിന്റെ സ്നാനം വരുന്നുണ്ട്. Answer is on the way. ഉത്തരങ്ങൾ വരുന്നുണ്ട്. Gifts are on the way. കൃപകൾ വരുന്നുണ്ട്. Anointings are on the way. അഭിഷേകം വരുന്നുണ്ട്. Breakthroughs are on the way. വിടുതൽ വരുന്നുണ്ട്. Promotions are on the way. ഉയർച്ചകൾ വരുന്നുണ്ട്. Come on, talk to me, somebody, tonight. ഓ, എന്നോട് ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചേ. Somebody that wants to believe it, shout amen. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് അത് എനിക്കുള്ള ദൂതാണെന്ന് പറഞ്ഞ് ഈ രാത്രി സ്വീകരിക്കുക. ഓ, ഹല്ലേലൂയ. It's on the way. വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. ഹല്ലേലൂയ. It's on the way. വരുന്നുണ്ട്. It's on the way. അത് വരുന്നുണ്ട്. You might not have seen it. നിങ്ങളത് കാണത്തില്ലായിരിക്കാം. You might not have felt it. നിങ്ങൾക്കത് അനുഭവിക്കാൻ But you can പറ്റില്ലായിരിക്കാം. hear the sound of it. പക്ഷേ ഇന്ന് രാത്രി ശബ്ദം മുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. I said I can hear the sound of it. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കുന്നു, എനിക്കതിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. Hallelujah. My brothers and sisters, എന്റെ സഹോദരി സഹോദരന്മാരെ, there's just something powerful about knowing that it's on the way. വരുന്നുണ്ട് എന്നതിൽ അറിയത്തക്ക നിലയിൽ ചിലതുണ്ട്. Amen. ഹല്ലേലൂയ. If you know it's on the way, you are ready to fight again. വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാകും. You're ready to fight in the spirit one more time. ഒരിക്കൽ കൂടി ആത്മാവിൽ ഒന്ന് പോരാടാൻ തയ്യാറാകും. If you know it's on the way, you're ready to get up one more time. വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ഒന്നുകൂടി എഴുന്നേൽക്കാൻ തയ്യാറാകും. If you know it's on the way, you will have one more hallelujah. അത് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ പറയും. If you know it's on the way, you will shout one more praise the Lord. വരുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൈസ് ദി ലോർഡ് കൂടെ പറയും. If you know it's on the way, you will have one more dance. ഓ, അത് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ കടങ്ങിയിരിക്കാൻ കഴിയില്ല, നിങ്ങൾ ഡാൻസ് ചെയ്യാൻ ആരംഭിക്കും. If you know it's on the way, there will be one more jump for Jesus. ഓ, നിങ്ങൾക്കത് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഒന്ന് തുള്ളിച്ചാടാൻ തയ്യാറാകും. If you know it's on the way, there will be one more shout for Jesus. ഓ, അത് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ യേശുവിന് ഒരു മഹത്വം കൂടെ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടും. I came to tell you, change is in this air. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ അന്തരീക്ഷത്തിനകത്ത് വ്യത്യാസം ആരംഭിച്ചു കഴിഞ്ഞു. Change is in the atmosphere. ഈ അന്തരീക്ഷത്തിൽ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. Change is in this hall. ഈ ഹോളിനകത്ത് വ്യത്യാസം തുടങ്ങി. Change is coming to your home. വീട്ടിലേക്ക് വ്യത്യാസം വരുന്നു. Change is coming to your workplace. നിങ്ങളുടെ ഫാക്ടറിയിലേക്ക് ദൈവത്തിന്റെ വ്യത്യാസങ്ങൾ വരുന്നു. Change is coming to your church. നിങ്ങളുടെ സഭയിലേക്ക് വ്യത്യാസങ്ങൾ. Change is coming, my brother. വ്യത്യാസങ്ങൾ വരുന്നു. Pastors, change is coming to your ministry. ദൈവദാസന്മാരെ, ശുശ്രൂഷയിൽ വ്യത്യാസങ്ങൾ വരുന്നു. Children, change is coming to your future. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭാവിയിലേക്ക് വ്യത്യാസങ്ങൾ വരുന്നു. Change is coming. വ്യത്യാസങ്ങൾ വരുന്നു. Change is coming. വ്യത്യാസങ്ങൾ വരുന്നു. Healing is coming. സൗഖ്യം വരുന്നു. Deliverance is coming. വിടുതൽ വരുന്നു. My miracles are coming. Miracles are coming. അത്ഭുതങ്ങൾ വരുന്നു. It's coming tonight. It's coming tonight. ഇന്ന് രാത്രി വരുന്നത്. It's coming tonight. ഇത് ഇന്ന് രാത്രി
വരുന്നു. Satan cannot stop it. പിശാചിനെ തടയാൻ കഴിയുകയില്ല. Hell cannot stop it. ഓ പിശാചിനെ തടയാൻ The കഴിയത്തില്ല. army cannot stop it. ആർക്കും അത് തടയാൻ കഴിയത്തില്ല. Money cannot stop it. പണത്തിന് തടയാൻ കഴിയത്തില്ല. People cannot stop it. ആൾക്കാർക്ക് തടയാൻ കഴിയത്തില്ല. Your boss cannot stop it. നിന്റെ ബോസിനെ തടയാൻ കഴിയത്തില്ല. Your friends cannot stop it. നിന്റെ കൂട്ടുകാർക്ക് തടയാൻ കഴിയത്തില്ല. Your relations cannot stop it. നിന്റെ ബന്ധുക്കൾക്ക് തടയാൻ കഴിയത്തില്ല. It's coming. അത് വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് It's coming. അത് വരുന്നു. The rain. അത് വരുന്നു. The rain of God is coming. ദൈവത്തിന്റെ മഴ വരുന്നുണ്ട്. The rain of abundance. ഓ സമൃദ്ധിയുടെ മഴ. The rain of abundance. സമൃദ്ധിയുടെ മഴ. Oh, the first thing that God will give to the church is a sound. ആദ്യം ദൈവം തന്റെ സഭയ്ക്ക് കൊടുക്കുന്നത് ഒരു മുഴക്കമാണ്. ഹല്ലേലൂയ. You won't see any evidence, but you will hear the sound. നിങ്ങൾ മറ്റൊന്നും കണ്ടെന്നിരിക്കത്തില്ല, പക്ഷേ ഒരു മുഴക്കം കേട്ടിരിക്കും. You will hear it. നിങ്ങളത് കേൾക്കും. Because the Bible says faith comes by hearing. കാരണം വചനം പറയുന്നു വിശ്വാസം കേൾവിയാലും. No. Faith does not come by seeing. Faith comes by hearing. വിശ്വാസം കാഴ്ചയാലല്ല, വിശ്വാസം കേൾവിയാൽ വരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. It doesn't say faith comes by seeing. ദൈവവചനം പറയുന്നത് വിശ്വാസം കാഴ്ചയാൽ വരുന്നു എന്നല്ല. God didn't say faith comes by feeling. ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല വിശ്വാസം അനുഭവങ്ങളിൽ കൂടെയാണ് വരുന്നത്. Neither has it said faith has come having heard. വിശ്വാസം ദൈവവചനം പറയുന്നത് വിശ്വാസം കേൾവിയാൽ വരുന്നു. No. It does. God didn't even say faith came by having heard once. ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ട് വിശ്വാസം വരുന്നു എന്നും ദൈവവചനത്തിൽ പറയുന്നില്ല. No, it says faith comes by hearing. ദൈവവചനം പറയുന്നത് വിശ്വാസം കേട്ടുകൊണ്ടിരിക്കുന്നതിനാൽ വരുന്നു. It's a process. It's a continual process. തുടർമാനമായ കേൾവിയാൽ വരുന്നു എന്നാണ് വചനത്തിന്റെ അർത്ഥം. ഒന്ന് കേട്ടത് കൊണ്ടല്ല, കേട്ടുകൊണ്ടേ ഇരിക്കുന്നതിനാൽ വരുന്നു. വിശ്വാസം കേൾവി നടക്കുന്നതിനാൽ വരുന്നു. Faith comes by hearing and hearing and hearing and hearing and hearing and വിശ്വാസം hearing. വീണ്ടും കേൾക്കുന്നതിനാൽ വീണ്ടും കേൾക്കുന്നതിനാൽ വീണ്ടും കേൾക്കുന്നതിനാൽ വിശ്വാസം വരുന്നു. Listen to me tonight. എന്നെ ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ. Can we go a little deeper tonight? കുറച്ചുകൂടെ ഒന്ന് പോട്ടെ. Anybody more ready for more revelation? ആരെങ്കിലും ഉണ്ടോ കുറച്ചുകൂടെ ആഴമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ? He says, I hear the sound of abundance of rain. അവൻ പറയുകയാണ് സമൃദ്ധമായ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. Sound does not mean noise. മുഴക്കം എന്ന് പറഞ്ഞാൽ ശബ്ദകോലാഹലം എന്നല്ല അർത്ഥം. Sound means a proclamation. ശബ്ദം അഥവാ മുഴക്കം എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനം എന്നാണ് അർത്ഥം. There is a decree, a command in the spirit realm tonight. ഒരു ആജ്ഞ കൊടുക്കുന്നതിനോട് തുല്യപ്പെടുത്തിയാണ് ആ വചനം പറഞ്ഞിരിക്കുന്നത്. Oh, I wish I had some people in here tonight that are hearing God has commanded a blessing. I hear it in the spirit. ദൈവം പറഞ്ഞ ആജ്ഞ എന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവം കൽപ്പിച്ച ആജ്ഞ ഇന്ന് രാത്രി ഞാൻ കേൾക്കുന്നുണ്ട്. അതിന്റെ ഒരു മുഴക്കം ഇന്ന് രാത്രി ഉണ്ട് എന്ന് ദൈവം പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ഈ രാത്രി ആരെങ്കിലും ഇതിനകത്തുണ്ടോ? Shout hallelujah. Hallelujah. If you believe God has commanded something your way, say hallelujah. എന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവം എന്തോ ചിലത് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവർ ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ ദൈവത്തിന് അർപ്പിക്കട്ടെ. I feel a praise anointing tonight. ഇന്ന് രാത്രി ഇതിനകത്ത് ഒരു സ്തുതിയുടെ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. I feel a praise anointing tonight. ഇന്ന് രാത്രി ഇതിനകത്ത് ഒരു സ്തുതിയുടെ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. My brothers and sisters, are you dancing over what you heard? ഇന്ന് രാത്രി കേൾക്കുന്നതിനെ ഓർത്ത് നൃത്തം ചെയ്യാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? You need sensitivity tonight. ഇന്ന് രാത്രി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു കൃപ ആവശ്യമാണ്. You have to pick up those sounds and signals in the spirit. ആത്മമേഖലയിൽ ദൈവം മുഴക്കുന്ന മുഴക്കങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന അതിനെ പറ്റിയ രണ്ട് ചെവികൾ നമുക്ക് വേണം. The Bible says, ദൈവത്തിന്റെ വചനം പറയുന്നു, this is the victory that overcomes the world, even our faith.
ഇത് ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ ദൈവം നമ്മോട് പറയുന്നു. I sense in my spirit tonight, somebody's faith is going to another level tonight. ഇന്ന് രാത്രി ഏതോ ആൾക്കാരുടെയൊക്കെ വിശ്വാസത്തിന്റെ പടികളെ ദൈവം പിടിച്ചുയർത്തുന്നുണ്ട്. ആരുടെയൊക്കെ വിശ്വാസം ഇന്ന് രാത്രി ഉയരുകയാണ്. Somebody that has been going through a wilderness kind of life, God is giving you a new level of faith tonight. ജീവിതത്തിൽ മരുഭൂമി പോലുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആരോടോ ദൈവം ഇന്ന് രാത്രി പറയുന്നു, ദൈവം നിന്നെ കരം പിടിച്ചുയർത്താൻ പോകുകയാണ്. You might have been going through a drought. You don't have enough. God says, I'm going to bless you with more than enough. ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി കടബാധ്യതകളുള്ള ആരോടോ വിളിച്ചു പറയുന്നു, ദൈവം നിന്റെ കടം മാറ്റുക മാത്രമല്ല, കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ ദൈവം നിന്നെ സമൃദ്ധി കൊണ്ട് യേശുവിന്റെ നാമത്തിൽ നിറയ്ക്കാൻ പോകുകയാണ്. വിശ്വാസമുണ്ടെങ്കിൽ കരങ്ങളെ അട്ടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. Tonight there is an abundance. Tonight there is an overflow of the Holy Ghost, an overflow of revelation, an overflow of holiness, an overflow of righteousness, an overflow of purity. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക്, അനുഗ്രഹത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക്, വിശുദ്ധിയുടെ ഒരു കവിഞ്ഞൊഴുക്ക്, നീതിയുടെ ഒരു കവിഞ്ഞൊഴുക്ക്, പലതിന്റെയും കവിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. In the spirit realm, God is changing your address. ആത്മമേഖലയിൽ ദൈവം ആരുടെയൊക്കെയോ മേൽവിലാസങ്ങൾ മാറ്റുന്നുണ്ട്. ചിന്തിച്ചോ, ദൈവം ആരുടെയൊക്കെ മേൽവിലാസങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി മാറ്റം വരുത്തുകയാണ്. ആ കരങ്ങളെ ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. യേശുവിന്റെ നാമത്തിൽ അത് എന്നോടാണെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചേ. In the spirit realm, change of address. The devil will come and he will find you not in that house. He says, where is this sister? Where is this brother? When did they go? God, change your address. നിങ്ങൾ എവിടെയായിരുന്നോ ആ സ്ഥാനത്ത് നിങ്ങളെ കണ്ടുവച്ചിട്ട് അവിടെ വന്ന് നിങ്ങളെ നശിപ്പിക്കാം എന്ന് ചിന്തിച്ച് പദ്ധതിയിട്ട് ഇരുന്ന പിശാച് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അവിടുത്തെ കുറ്റിപറിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ നശിപ്പിക്കാൻ പഴയ സ്ഥലത്തേക്ക് വരുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് നിങ്ങളെ അവിടെ കാണാൻ കഴിയുകയില്ല. കാരണം ഈ രാത്രി ദൈവം ചിലരുടെ മേൽവിലാസങ്ങൾ മാറ്റുകയാണ്. Glory to God. Hallelujah. Hallelujah to the Hallelujah. Lamb. My God, I feel something tonight. ഇന്ന് രാത്രി എന്തോ ഇതിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. My brother, my sister, what is the rain to you? നിന്റെ ജീവിതത്തിൽ മഴ എന്താണ് പ്രിയമുള്ളവരെ? Let me tell you what it is. അതെന്താണെന്ന് ഞാൻ പറയാം. The rain is God's power visiting your life in every area. നിന്റെ ജീവിതത്തിൽ മഴ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ഒരു കാറ്റായി ആഞ്ഞടിക്കുന്നതാണ് ഇന്ന് രാത്രി നിന്റെ മഴ. The rain is God's power visiting you in the area of lack, in the area of want, in the area of debt, in the area of financial problems. Everything is changing tonight. നിർജീവമായ മണ്ഡലങ്ങളിലേക്ക്, ജീവനില്ലാത്ത മണ്ഡലങ്ങളിലേക്ക്, ചത്ത മേഖലകളിലേക്ക്, ഒഴുകാൻ സാധ്യതയില്ലാത്ത അനുഭവങ്ങളിലേക്ക്, എഴുതിത്തള്ളിയ വിഷയങ്ങളിലേക്ക് ദൈവത്തിന്റെ ആമേൻ മഴ ഒഴുകുന്നതാണ് ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം. Amen. Hallelujah. Tell your neighbor, I will never be in lack again. ഇനി എനിക്ക് മുട്ടുവരത്തില്ലെന്ന് അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു. I will never be in lack again. ഇനി എനിക്ക് മുട്ടുണ്ടാകത്തില്ല. Amen. I will never be in want again. എനിക്കിനി ആവശ്യം ആമേൻ സർപ്ലസ് ആയിട്ട് വരത്തില്ല. I will never be in lack. I will never be empty. I will never be broke because God has changed my situation. ഇന്ന് രാത്രി പറയണം, വിശ്വാസത്തോടെ പറയണം, ഇന്ന് വരെ ഞാൻ ബുദ്ധിമുട്ടിലായിരുന്നു, ഇന്ന് വരെ ഞാൻ പ്രയാസത്തിലായിരുന്നു, ഇന്ന് വരെ എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഴ എന്റെ ജീവിതത്തിൽ പെയ്യുമ്പോൾ ഇനി അത് സംഭവിക്കത്തില്ല. I wish somebody here tonight. ഇന്ന് രാത്രി ഇതിനകത്ത് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I wish somebody here tonight would prophesy yourself. ഈ രാത്രി
കർത്താവിന്റെ ദാസന്മാർ നിങ്ങളോട് പ്രവചിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിന്റെ മേഖലകളെ നോക്കി സ്വന്തം പ്രവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Now, I want you to prophesy to yourself and say, God's going to make it rain. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ഒരു പുതിയ പ്രവചനം പറയുകയാണ്. ദൈവം നിങ്ങളെ ഒരു മരമാക്കാൻ പോകുകയാണ്. Come on, 1, 2, 3, say it. ഒരുമിച്ച് പറ. No, I didn't hear you at all. I didn't hear you. Let's not have a Mexican wave, you know. Let me hear you all together. I'll count 1, 2, and when I say 3, you're going to shout, God's going to make it rain. Ready? ദൈവം മഴ, everybody together. ദൈവം മഴ എന്റെ ജീവിതത്തിൽ പെയ്യിക്കാൻ പോകുന്നുവെന്ന് ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് അത് പറയണം. അതൊരു വലിയ തിരമാല പോലെ പറയണം. You can say it in English or Malayalam or Greek or French or Latin or Tamil or Telugu, whatever you want, Marathi, Hindi, go ahead. But ready? Let's go. 1, 2, 3. You know what this? If I had to prophesy, it may come to pass or may not come to pass. ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറഞ്ഞാൽ അത് ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടന്നില്ലെന്നിരിക്കും. But if you say it, പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളോട് പറയുന്ന ഒരു ആലോചന അത് 100% ഉറപ്പായിട്ടും അത് നടന്നിരിക്കും. കാരണം നിങ്ങളുടെ അകത്ത് കത്തുന്ന വിശ്വാസത്തോടെയാണ് നിങ്ങളത് പറയുന്നെങ്കിൽ അത് 100% സംഭവിച്ചിരിക്കും. If you say it, you will have it. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും. If you say it, you will get it. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. Come on, somebody say it again. God's going to make it rain. വീണ്ടും പറഞ്ഞ് ദൈവം മഴ പെയ്യിക്കാൻ തുടങ്ങുകയാണ്. Hallelujah. But listen, it's not enough just to be sensitive. It is not enough to just be sensitive to the word, to the sound. ദൈവവചനത്തിന് അല്ലെങ്കിൽ കർത്താവ് മുഴക്കുന്ന മുഴക്കം കേട്ടാൽ മാത്രം പോരാ. We need to go to the next step. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. We must be willing to work in prayer. നമ്മൾ പ്രാർത്ഥനയിൽ പണിയെടുക്കാൻ തയ്യാറാകണം. Listen. ശ്രദ്ധിക്കണേ. Ahab went to play. Elijah went to pray. ആഹാബ് തിന്നുകുടിച്ച് കളിക്കാൻ എഴുന്നേറ്റ് പോയപ്പോൾ ദൈവത്തിന്റെ ഭൃത്യൻ മുട്ടുമടക്കാൻ എഴുന്നേറ്റ് പോയി. Hallelujah. Listen. Ahab went to play. ആഹാബ് കളിക്കാൻ പോയി. Elijah went to pray. ഏലിയാവ് പ്രാർത്ഥിക്കാൻ പോയി. Let me put it in another word. വേറെ വാക്കി പറയാം. Ahab went to the feast. ആഹാബ് ഉത്സവത്തിന് പോയി, വിരുന്നിന് പോയി. Elijah went to the Father. ഏലിയാവ് പിതാവിന്റെ അടുക്കലോട്ട് പോയി. Tonight, ഇന്ന് രാത്രി in which direction are you going? നിങ്ങൾ ഈ പറഞ്ഞ ഏതിനാ പോകാൻ ആഗ്രഹിക്കുന്നത്? Are you going in the direction of playing or are you going in the direction of praying? കളിക്കാനുള്ള ഒരു മൂഡിൽ വിനോദത്തിന് പോകാനാണോ ആഗ്രഹിക്കുന്നത് അതോ പ്രാർത്ഥിക്കാൻ പോകാനാണോ ആഗ്രഹിക്കുന്നത്? Are you going in the direction of the feast or are you going in the direction of the Father? വിരുന്നിന്റെ അനുഭവത്തിലേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത് അതോ പിതാവിന്റെ അടുക്കലേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത്? Let me tell you this. ഞാൻ ഇന്ന് രാത്രി ഇത് പറയട്ടെ. If you go to the Father, പിതാവിന്റെ അടുക്കലേക്ക് പോയാൽ you will enjoy the feast. നിങ്ങൾ വിരുന്ന് പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. You missed it. Hallelujah. If you go to the feast without the Father, you will lose the Father and you will lose the feast. നിങ്ങൾ പിതാവില്ലാതെ വിരുന്ന് വീട്ടിലോട്ട് പോയാൽ വിരുന്നും കിട്ടത്തില്ല, പിതാവിനെയും കിട്ടത്തില്ല. But if you go to the Father, പക്ഷെ പിതാവിന്റെ അടുക്കലേക്ക് പോയാൽ he will give you the feast. അവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള വിരുന്ന് ഒന്നല്ല, ഒരു 9,000 എണ്ണം ദൈവം തരും. Hallelujah. I'm telling you, you better get ready because there is power in prayer. പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. Amen. Hallelujah. E.M. Bounds, one of the greatest men of prayer, said God will do nothing except through prayer. E.M. Bounds എന്ന് പറയുന്ന ശക്തനായ പ്രാർത്ഥനാ മനുഷ്യൻ ഒരിക്കൽ പ്രാർത്ഥനയെ പറ്റി ഇങ്ങനെ പറഞ്ഞു: പ്രാർത്ഥനയ്ക്ക് മറുപടി അല്ലാതെ ദൈവം ഉലകത്തിൽ ആർക്ക് വേണ്ടിയും ഒന്നും ചെയ്തിട്ടില്ല. ദൈവം ആർക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ്. Let me tell you tonight,
The devil is afraid of Christians who pray. പ്രാർത്ഥിക്കുന്ന ഭക്തരെ പിശാച് ഭയപ്പെടുന്നു എന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. Let me warn you tonight. The devil is terribly afraid of a prayer warrior, because a prayer warrior is a terrorist to the devil. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാർത്ഥനാ വീരനെ കാരണം ആ പ്രാർത്ഥനാ വീരൻ അവന്റെ മുമ്പിൽ ഒരു ഉഗ്രവാദിയാണ്, ഒരു തീവ്രവാദിയാണ്. Prayer is oxygen for your spirit. നിങ്ങളുടെ ആത്മാവിന് ആവശ്യമുള്ള ഓക്സിജനാണ്, വായുവാണ് പ്രാർത്ഥന. Prayer is therapy for your soul. നിങ്ങളുടെ ഹൃദയത്തിന് ആവശ്യമായ തണുപ്പാണ് പ്രാർത്ഥന. Prayer is a sedative, a sleeping tablet for your sleeplessness. നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ഉറക്കം നൽകുന്ന ഉറക്ക ഗുളികയാണ് പ്രാർത്ഥന. Prayer is a tranquilizer to calm your nerves. നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ഞരമ്പുകൾക്ക് സുഖം തരുന്ന ഔഷധമാണ് പ്രാർത്ഥന. Prayer is the thing that brings the power of God and brings the blessing of God. പ്രാർത്ഥന ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരുന്ന ചാനലാണ്. You know what got Hannah a miracle? Hannah. ഹന്നായ്ക്ക് എങ്ങനെയാ വിടുതൽ കിട്ടിയെന്ന് അറിയാമോ? Do you know what brought a Samuel into her womb? ഒരു സാമുവേൽ അവളുടെ ഉദരത്തിൽ എങ്ങനെയാ ഉരുവായെന്ന് അറിയാമോ? She prayed. അവൾ പ്രാർത്ഥിച്ചു. Amen. പ്രാർത്ഥിച്ചു. She prayed. അവൾ പ്രാർത്ഥിച്ചു. She was weeping but she prayed. അവൾ കരയുകയായിരുന്നു, പക്ഷെ പ്രാർത്ഥന കുറച്ചില്ല. People laughed at her but she prayed. ആൾക്കാരെ കളിയാക്കി കാണും, പക്ഷെ അവൾ പ്രാർത്ഥിച്ചു. Penina mocked her but she prayed. ആൾക്കാർ പെനീനെ അവളെ കളിയാക്കി, പക്ഷെ അവൾ പ്രാർത്ഥിച്ചു. Penina's sons laughed at her but she prayed. പെനീനയുടെ മക്കൾ അവളെ നോക്കി ചിരിച്ചു, പക്ഷെ അവൾ പ്രാർത്ഥിച്ചു. Eli scolded her but she prayed. ആൾക്കാർ അവളെ മോശം പറഞ്ഞു, പക്ഷെ അവൾ പ്രാർത്ഥിച്ചു. Eli scolded her but she prayed. ഏലി അവളെ നോക്കി ചിരിച്ചു, അവളെ വഴക്ക് പറഞ്ഞു, പക്ഷെ അവൾ പ്രാർത്ഥിച്ചു. I came to tell you tonight, ഇന്ന് രാത്രി ഞാൻ വന്നത് നിങ്ങളോട് ഇത് പറയാനാണ്. you will get on your knees in prayer. നിങ്ങൾ പ്രാർത്ഥനയിൽ മുട്ടുമടക്കിയാൽ, I'm telling you, for every miracle, ഞാൻ പറയുന്നു എല്ലാ അനുഗ്രഹങ്ങളും, for every breakthrough, എല്ലാ വിടുതലുകളും, for every prodigal son who comes home, എല്ലാ നശിക്കപ്പെട്ട മടങ്ങിപ്പോയ മക്കളും തിരികെ വരാനും, for every rebellious daughter who is delivered, അനുസരിക്കാത്ത മകളുടെ മടങ്ങി വരവിന്, for every drug addict and every alcoholic that's free, മദ്യപാനികളും മയക്കുമരുന്നിന് അടിമകളുമായ ഒരു വിടുതൽ പ്രാപിക്കാനും somebody prayed. ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. Somebody prayed. ആരോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. Do you know why you have freedom to worship in this country? Somebody in the beginning prayed. ഇന്ന് രാത്രി ഇവിടെ സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെക്കാൾ മുമ്പിൽ ആരൊക്കെയോ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവമക്കൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. All these facilities that you enjoy, somebody else wept, somebody else knelt down, somebody else fasted, somebody else prayed. Today you are enjoying somebody else's prayer. Prayer is power. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും, എല്ലാ സൗകര്യങ്ങളും, എല്ലാ സംവിധാനങ്ങളും ദൈവത്തിന്റെ ജനത്തിന് ലഭിച്ചത് ആരൊക്കെയോ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയും വിയർപ്പൊഴുക്കുകയും ചെയ്തതിന്റെ ഫലമാണ്. Prayer will change things. പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും. Let me tell you this. The greatest miracle of prayer is that it changes you. That's the greatest miracle. നിങ്ങളുടെ അധരത്തിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ ഉത്തരം എന്താണെന്നറിയാമോ? അത് നിങ്ങൾക്ക് തന്നെ ഒരു രൂപാന്തരം വരുത്തുമെന്നുള്ളതാണ്. You're shocked at that statement. അത് കേട്ട് പേടിച്ചു പോയോ? Because the greatest hindrance to the blessing is not anybody else but you. കാരണം വിടുതലിന്റെ വാതിൽ എന്ന് പറയുന്നത് മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. There is no demon in hell that can stop your blessing but you. നിങ്ങൾക്കല്ലാതെ വേറെ ഒരു പിശാചിനെ നിങ്ങളുടെ നന്മകളെ തടയാൻ കഴിയില്ല. My God, I wish I had a witness tonight. ഇന്ന് രാത്രി അതിന് ആരെങ്കിലും സാക്ഷികളുണ്ടോ ഇതിനകത്ത്? Oh God. Hallelujah. Let's go back to 1 Kings chapter 18. ആ വചനത്തിലേക്ക് ഒന്ന് മടങ്ങാം. Watch this. Verse 42. 42ാമത്തെ വചനം. So Ahab went up to eat and drink. He went to the feast. Elijah went up to the top of Mount Carmel. He went to the Father.